നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ലോകത്തിൻ്റെ ഏതോ കോണിൽ ഭാഷയും വേഷവും തിരിച്ചറിയാത്ത നാട്ടിൽ കളിയാക്കലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഇടയിൽപ്പെട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്നവർക്കും കഷ്ടപ്പാടുകളുടെ പേരിൽ ജീവിക്കാൻ പോലും മറന്നുപോയവരുടെയും ഒരു ലോകമാണ് ഈ പ്രവാസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് തുടങ്ങും. അവൻ്റെ വീട്ടിൽ അവൻ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും അവൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങും. പക്ഷേ അവന് മറ്റുള്ളവരോട് പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടാവില്ല. കാലത്ര പുരോഗമിച്ചിട്ടും ഇന്നും നാട്ടിലേക്ക് വിളിച്ച് സുഖവിവരം അന്വേഷിക്കുക എന്നുള്ളത് നമ്മൾ പ്രവാസികളുടെ മാത്രം ബാധ്യതയാണ്. ഒരു 10 ദിവസം കഴിയുമ്പോഴേ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് നമ്മളറിയും, ഇന്ന ആളെ വിളിക്കാറില്ല, ഇയാൾ പരാതി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വോയിസ് വഴിയൊക്കെ നമ്മൾ പരാതികൾ കേൾക്കും. ഇങ്ങോട്ടൊന്ന് വിളിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ നാട്ടിലുള്ള കുടുംബക്കാർക്കൊന്നും സമയമില്ല. അവരൊക്കെ ബിസിയാണ്. 100 കണക്കിന് ഫ്രീ കോളുകളോ ആപ്ലിക്കേഷനുകളോ ഇന്ന് നിലവിലുണ്ട്. നമ്മൾ വിളിക്കുന്ന അതേ ആപ്പിൽ തന്നെ തിരിച്ച് വിളിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ അവർ വിളിക്കില്ല, പകരം പരാതി പറയും. നാട്ടിൽ വിളിച്ച് വിവരം അന്വേഷിക്കുക എന്നുള്ളത് ഒരു പ്രവാസിയുടെ മാത്രം ബാധ്യതയാണ്. ഇതെന്നാണാവോ ഈ കുടുംബക്കാരൊക്കെ ഒന്ന് തിരിച്ചറിയാലേ. പക്ഷേ ഈ കുടുംബക്കാരൊക്കെ നമ്മളെ ഓർക്കുന്ന ഒരു സമയമുണ്ട്. പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവർ ആദ്യം ഓർക്കുന്നത് പ്രവാസികളായിരിക്കും.